ഇന്നത്തെ ക്ലാസ്സിൽ പ്ലസ് ടുവിലെ ടോപ്പിക്ക് ആണ് ഡിസ്കസ് ചെയ്യുന്നത്. ഫസ്റ്റ് ചാപ്റ്റർ ആയിട്ടുള്ള റിലേഷൻസ് ആൻഡ് ഫങ്ഷൻസ്. ശരിക്കും ഇത് പ്ലസ് വണ്ണിൻ്റെ ഫസ്റ്റ് ചാപ്റ്ററായ സെറ്റ്സിൻ്റെ കണ്ടിന്യൂവേഷനാണ്. സെറ്റ്സിൽ എന്തെങ്കിലും കൺഫ്യൂഷൻ ഉണ്ടെങ്കിലും കുഴപ്പമില്ല, നമുക്കത് ഈ ചാപ്റ്ററിൽ പുതിയ കോൺസെപ്റ്റ്സാണ് പഠിക്കുന്നത്. അപ്പോൾ അത് നമുക്ക് സെറ്റ് അറിഞ്ഞാലേ പഠിക്കാവൂ എന്നൊന്നുമില്ല. ഈ സെക്ഷൻ നന്നായിട്ട് ശ്രദ്ധിച്ചാൽ മതി, സെറ്റ് അറിയില്ല എങ്കിൽ പോലും. അപ്പോൾ ആദ്യം റിലേഷൻ എന്താണ് എന്നാണ് പറയാൻ പോകുന്നത്. നമ്മുടെ ക്ലാസ്സിൽ ഒരു ഉദാഹരണം എടുക്കുവാണ്. നമ്മുടെ ക്ലാസ്സിൽ ബെഞ്ചസ് ഉണ്ട്. ഒരു ക്ലാസ് എടുക്കുവാണെങ്കിൽ ബെഞ്ചുണ്ട്, ഡെസ്ക് ഉണ്ട് അല്ലേ? ബെഞ്ചും ഡെസ്കും ശരിക്കും പരസ്പരം റിലേറ്റ് ചെയ്താണ് ഇരിക്കുന്നത്. അപ്പോൾ കുട്ടികളുടെ എണ്ണം അനുസരിച്ച് ഇത്ര കുട്ടികൾക്ക് ഇരിക്കാൻ വേണ്ടി ബെഞ്ചും ഡെസ്കും. ദാറ്റ് മീൻസ് ദ ബെഞ്ച് ആൻഡ് ഡെസ്ക് റിലേറ്റഡ് ഈച്ച് അതർ. അതുകൊണ്ട് ഇവരെ നമ്മളൊരു ബ്രാക്കറ്റിൻ്റെ അകത്തിട്ട് പുറത്തൊരു കേർലി ബ്രാക്കറ്റ്, പുറത്തുള്ള ഈ കേർലി ബ്രാക്കറ്റ് നിങ്ങൾക്കറിയാം സെറ്റിൻ്റെതാണ്. ഇവരൊരു റിലേഷനാണ് അല്ലേ ബെഞ്ചും ഡെസ്കും. അവർക്ക് ഒരു പേര് കൊടുക്കാം, ക്യാപിറ്റലാണ്. അപ്പോൾ ഇതിൻ്റെ അർത്ഥം ഇതാണ്, 6 എന്ന് പറയുന്നത് ഒരു റിലേഷൻ സെറ്റാണ്, അതിൻ്റെ അകത്ത് വരുന്നതാണ് ബെഞ്ചും ഡെസ്കും. ഇതുപോലെയാണ് ഇതിൻ്റെ അകത്തുള്ള എല്ലാ പ്രോബ്ലംസും ചെയ്യേണ്ടത്. അത് നമുക്ക് എക്സസൈസ് പറയുമ്പോൾ അതിനെക്കുറിച്ച് നമുക്ക് മുന്നോട്ട് പോവാം. ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് ടൈപ്സ് ഓഫ് റിലേഷൻസ്. 3 റിലേഷൻസ് ആണ് പറയുന്നത്. ഒന്ന് റിഫ്ലെക്സീവ്, മറ്റൊന്ന് സിമെട്രിക്, another one ട്രാൻസിറ്റീവ്. ഇതില്ല റിഫ്ലെക്സീവ് എന്ന് പറയുന്നത് എ എന്ന് പറയുന്നത് അതൊരു പേഴ്സൺ ആവാം, ഒരു ഡിജിറ്റ് ആകാം, എന്ത് വേണോ ആകാം. ഇവിടെ എല്ലാം ഓർഡേഡ് പെയർ ആയിട്ടാണ് പറയുന്നത്. എ ബിലോങ്സ് ടു ആർ. അതായത് എ എന്ന് പറയുന്നത് ഒരു പേഴ്സൺ ആണെന്ന് വെച്ചോ. ആദ്യത്തെ എ ഒരു പേഴ്സൺ, അതേ എ തന്നെയല്ലേ രണ്ടാമതും എഴുതിയിരിക്കുന്നത്. അതായത് ഞാനെന്നുള്ളൊരു വ്യക്തി, ഞാൻ മാത്രമേ ഉള്ളൂ, എനിക്ക് ഞാൻ മാത്രം. അതാണ് റിഫ്ലെക്സീവ്. ഇതാണ് എ ബിലോങ്സ് ടു ആർ ആണ് റിഫ്ലെക്സീവിൻ്റെ കണ്ടീഷൻ. പ്രോബ്ലം ചെയ്യുമ്പോൾ കുറച്ചും കൂടി മനസ്സിലാവും. അടുത്ത് എ ബി ബിലോങ്സ് ടു ആർ. ഇതിനൊരു ഉദാഹരണം പറയുവാണെങ്കിൽ എ എന്ന് പറയുന്ന ഫസ്റ്റ് പേഴ്സണും ബി എന്ന് പറയുന്ന സെക്കൻഡ് പേഴ്സണും രണ്ടുപേരും ഒരേ ജോലി സ്ഥലത്ത് വർക്ക് ചെയ്യുവാണ്. ഇവരെ ഞാൻ തിരിച്ചും പറയുന്നു. ഇതിനെ വായിക്കുന്നത് ഇംപ്ലൈസ് എന്നാണ്. അതൊന്നും അറിയണം എന്നില്ല അധികം. ഓക്കെ, നമുക്ക് സിമെട്രിക്കിൻ്റെ കണ്ടീഷനിൽ പോകാം. ഫസ്റ്റ് പേഴ്സണും സെക്കൻഡ് പേഴ്സണും ഒരേ സ്ഥലത്താണ് വർക്ക് ചെയ്യുന്നതെങ്കിൽ എനിക്ക് തിരിച്ചും പറഞ്ഞൂടെ, സെക്കൻഡ് പേഴ്സണും ഫസ്റ്റ് പേഴ്സണും ഒരേ സ്ഥലത്താണ് വർക്ക് ചെയ്യുന്നത്. ദാറ്റ് മീൻസ് ദ റിലേഷൻ ഈസ് സിമെട്രിക്. ആൻഡ് ദ തേർഡ് വൺ ട്രാൻസിറ്റീവ്. എ ബി രണ്ടുപേരാണ്, ബിലോങ്സ് ടു ആർ. ഫസ്റ്റ് പേഴ്സൺ എ, സെക്കൻഡ് പേഴ്സൺ ബി. അടുത്ത ബി സി ബിലോങ്സ് ടു ആർ. ബി എന്ന് പറയുന്ന ഫസ്റ്റ് പേഴ്സൺ, സി എന്ന് പറയുന്ന ബി എന്ന് പറയുന്ന സെക്കൻഡ് പേഴ്സൺ, സി എന്ന് പറയുന്ന തേർഡ് പേഴ്സൺ. അങ്ങനെയാണെങ്കിൽ ഇവരെ കമ്പൈൻ ചെയ്ത് എന്ത് പറയാം? ഫസ്റ്റ് പേഴ്സണും തേർഡ് പേഴ്സണും ഒരേ സ്ഥലത്താണ് വർക്ക് ചെയ്യുന്നതെന്ന് പറയാം. എ സി ബിലോങ്സ് ടു ആർ. അപ്പം ഈ 3 കണ്ടീഷനും കൂടി സാറ്റിസ്ഫൈ ചെയ്ത് വന്നാൽ വി ക്യാൻ സേ ദ റിലേഷൻ ഈസ് ഇക്വിവാലൻറ്റ് അല്ലെങ്കിൽ ഇക്വിവാലൻസ് റിലേഷൻ. ഈ 3 കണ്ടീഷനും സാറ്റിസ്ഫൈ ചെയ്യണം. റിഫ്ലെക്സീവും സിമെട്രിക്കും ട്രാൻസിറ്റീവും 3 കോൺസെപ്റ്റും വന്നാൽ മാത്രമേ ഒരു റിലേഷൻ ഇക്വിവാലൻ്റ് ആണെന്ന് പറയാൻ പറ്റൂ. നമുക്ക് എക്സസൈസ് 1.1 നോക്കാം. അതിൽ ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ഡിറ്റർമിൻ വെദർ ഈച്ച് ഓഫ് ദ ഫോളോയിങ് റിലേഷൻസ് ആർ റിഫ്ലെക്സീവ്, സിമെട്രിക് ആൻഡ് ട്രാൻസിറ്റീവ്. അതിൽ കുറച്ച് 5 പാർട്ടുണ്ട് അല്ലേ? അതിൽ ഓരോ പാർട്ടും നമുക്ക് നോക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യനിൽ ഫസ്റ്റ് പാർട്ട്, എ എന്ന് പറയുന്നൊരു സെറ്റ് തന്നിട്ടുണ്ട് അല്ലേ? എ എന്താ തന്നിരിക്കുന്നത്? 1 2 3 എക്സെട്ര ടിൽ 40, 14 വരെ ഉണ്ട്. ആർ എന്ന് പറയുന്ന ഒരു റിലേഷൻ തന്നിട്ടുണ്ട്, ഓർഡേഡ് പെയർ എക്സ് വൈ സച്ച് ദാറ്റ് 3x മൈനസ് വൈ ഈസ് ഈക്വൽ ടു 0. അപ്പോൾ ഈ ക്വസ്റ്റ്യൻ ഇതാണ്, ഈ 6 റിഫ്ലെക്സീവ് ആണോ, സിമെട്രിക് ആണോ, ട്രാൻസിറ്റീവ് ആണോ എന്ന്.
അപ്പോൾ ഇങ്ങനെയൊക്കെ ഓരോ ക്വസ്റ്റ്യൻ വരുമ്പോൾ നമുക്ക് എപ്പോഴും +1 പഠിച്ച നമ്മൾ സാധാരണ +1 A ക്രോസ് B എന്നൊക്കെ പറഞ്ഞ് കാണില്ലേ, ഇവിടെ നമുക്ക് ക്രോസ് B അല്ല വേണ്ടത്, ഇവിടെ നമുക്ക് വേണ്ടത് ആ സെറ്റ് തന്നെയാണ്. ഏത് സെറ്റാണ്? ക്വസ്റ്റ്യന് തന്നിരിക്കുന്ന സെറ്റ്. അതായത് A തന്നെയാണ് നമുക്ക് വേണ്ടത്, B ഇല്ല. അതായത് മറ്റൊരു സെറ്റ് ഇല്ലെങ്കിൽ സെയിം ക്രോസ് പ്രോഡക്റ്റ് തന്നെയാണ് കാണേണ്ടത്. ഈ റിഫ്ലെക്സീവ് ഒക്കെ ചെക്ക് ചെയ്യാൻ വേണ്ടി ആ സെറ്റ് തന്നെ ഒരു സെറ്റേ കാണത്തുള്ളൂ. അപ്പോൾ ആ സെറ്റിൻ്റെ തന്നെ ക്രോസ് പ്രോഡക്റ്റ് കാണാം. ഇതിൽ 14 നമ്പേഴ്സ് ഉണ്ടല്ലേ. ഇത് നിങ്ങൾ എഴുതി ചെയ്യേണ്ട ആവശ്യമില്ല, ഞാൻ നിങ്ങൾക്ക് മനസ്സിലാൻ വേണ്ടി എഴുതുന്നതാണ്. അത് ഫുൾ എഴുതാൻ പറ്റില്ല, നമുക്ക് 14 വരെയുള്ള ഡിജിറ്റ് ഉണ്ട്. നിങ്ങൾക്ക് അറിയായിരിക്കും, +1 നിങ്ങൾ ഈസിലി പഠിച്ച ഒരു കാര്യമാണ്. അപ്പോൾ ഇതിൻ്റെ ക്രോസ് പ്രോഡക്റ്റ് എങ്ങനെ കാണാൻ പറ്റും? 1 1 1 2 അങ്ങനെ ആദ്യം 114 വരെ പോവും. പിന്നീട് 2 1 2 2 അങ്ങനെ 14 214 വരെ പോവും ഇല്ലേ. അങ്ങനെ 3 1 3 2 അങ്ങനെ പോയി 314 അങ്ങനെ ഫൈനലി 14 1 14 2 അങ്ങനെ പോയി 14 14 വരെ പോവും അല്ലേ. ഇത്രയും നമുക്ക് എഴുതുക എന്നുള്ളത് പ്രാക്ടിക്കലി ഉള്ള കാര്യമല്ല. അപ്പം നമ്മൾ മനസ്സിലാക്കണം ഇങ്ങനെ എഴുതാൻ പറ്റുമെന്നും, അതായത് ക്രോസ് പ്രോഡക്റ്റ് ഇങ്ങനെ കാണാൻ പറ്റുമെന്ന്. ആ ക്രോസ് പ്രോഡക്റ്റിലെ ഓരോ സംഖ്യകളെയും നമ്മൾ കൺസിഡർ ചെയ്യണം. സംഖ്യകൾ എന്ന് വെച്ചാൽ ഏതാണ്? 1 1 ഓർഡർ പെയർ 1 1 1 2 അങ്ങനെ ഓരോ ആൾക്കാർ, പിന്നെ 2 1 2 2 അങ്ങനെ ഓരോ ആൾക്കാരും, ഇവരെ എല്ലാം കൺസിഡർ ചെയ്താണ് നമുക്കിനി ചെയ്യാൻ പറ്റുന്നത്. അപ്പോൾ അതിനു വേണ്ടി നമ്മളിനി ചെയ്യാൻ പോകുന്നത് 1 1 എന്നുള്ള കണ്ടീഷൻ എടുത്ത് നമ്മൾ എന്താ ചെയ്യാൻ പോകുന്നതെന്ന് അറിയാലോ. റിഫ്ലെക്സീവ് ആണോ സിമെട്രിക് ആണോ എന്നൊക്കെ ചെക്ക് ചെയ്യാൻ വേണ്ടി പോവുകയാണ്. പക്ഷേ അവരെ നമ്മൾ അങ്ങനെ ആണോ എന്ന് ചെക്ക് ചെയ്യുന്നതിന് മുന്നേ നമുക്ക് തന്നിരിക്കുന്ന റിലേഷൻ 6 കണ്ടല്ലോ, 3x - y = 0. അതൊരു സെറ്റ് ബിൽഡർ ഫോം ആണ് അല്ലേ, സ്റ്റേറ്റ്മെൻറ്റ് ഫോം ആണ്. ആ ഒരു സ്റ്റേറ്റ്മെൻറ്റ് ഫോമിനെ, അതായത് അത് കിടക്കുന്നത് സംഖ്യകളായിട്ടൊന്നും അല്ല 6 കിടക്കുന്നത്. അപ്പോൾ അതിനെ നമ്മൾ എന്ത് ചെയ്യണം? 6ൻ്റെ അകത്ത് നമ്മൾ സംഖ്യകളെ കൊണ്ടുവരണം. അതിനാണ് അവരൊരു കണ്ടീഷൻ തന്നിരിക്കുന്നത് 3x - y = 0. അപ്പോൾ നമ്മൾ കണ്ടുപിടിച്ച A ക്രോസ് Aയിലെ ഓരോ ആൾക്കാരെ എടുത്തിട്ട് 3x - y 3x - y ചെയ്ത് നോക്കണം, ഉത്തരം 0 കിട്ടണം. അതായത് ഈ 1 1 എന്ന് പറയുന്നത് നമ്മൾ പഠിച്ചിട്ടുണ്ട്, ജനറലി ഒരു ഓർഡർഡ് പെയറിൻ്റെ ഫോർമാറ്റ് XY പാറ്റേൺ ആണ്. അപ്പോൾ ഇതിൽ നിന്ന് എന്ത് മനസ്സിലാവും? x = 1 y = 1 അല്ലേ. അപ്പോൾ ഈ 3x - yയിൽ എക്സിൻ്റെ പ്ലേസിൽ 1ഉം വൈയുടെ പ്ലേസിൽ 1ഉം കൊടുക്കുക. 3 - 1 2 2 എന്ന് പറയുന്നത് ≠ 0, നമുക്ക് =0 കിട്ടണം എന്നാണ്. അപ്പോൾ 1 1 6ൻ്റെ അകത്ത് വരില്ല. ഇതൊന്നും നിങ്ങൾ നോട്ട്ബുക്കിലൊന്ന് എഴുതി വെച്ചാൽ മതി, എക്സാമിന് ഇത്രയൊന്നും എഴുതണ്ട. ഇങ്ങനെയാണിത് ചെയ്യുന്നതെന്ന് മനസ്സിലാക്കി തരുന്നതാണ്. അടുത്ത് നമുക്ക് 1 2 എടുക്കാം. നെക്സ്റ്റ് ഓർഡർ പെയർ. അപ്പം എക്സ് വൈ നമുക്കറിയാം, XY ഇങ്ങനെയാണ്, x1 ഉം y 2 ആണെന്ന് അറിയാം. അന്നേരം 3x - y, അതായത് 3 × 1 - 2, 3 - 2 അതെന്ന് പറയുന്നത് 1 ആണ്, ≠ 0. അപ്പോൾ അതും പറ്റുന്നില്ല. നെക്സ്റ്റ് 1 2 ഡസ് നോട്ട് ബിലോങ്സ് ടു അടുത്ത 1 3. ഇതുപോലെ നമ്മൾ ഓരോന്നും എടുത്ത് ചെയ്ത് നോക്കുന്നതാണ്. പ്രാക്ടീസ് വരുമ്പോൾ നമുക്കിത് കാണുമ്പോഴേ അറിയാം, നമ്മൾ തന്നെ മനസ്സിൽ ഇമാജിൻ ചെയ്യാം 3x - y, എക്സിന് ഇന്നത് കൊടുക്കണം, വൈക്ക് ഇന്നത് കൊടുക്കണം എന്നുള്ള ഒരു ഇത് വരും. ഇത് നോക്കി 1 3 വന്നപ്പം 0 വന്നത് കണ്ടോ. അതായത് 1 3 ബിലോങ്സ് ടു R ആണ്. എല്ലാം ഇതുപോലെ നമ്മൾ കൊടുക്കുക എന്ന് വെച്ചാൽ പ്രാക്ടിക്കലി നടക്കുന്ന കാര്യമല്ല. അപ്പം ഞാൻ R എന്നുള്ളൊരു സെറ്റ് എടുത്തിട്ട് ഇതിപ്പോൾ നമുക്ക് ഓക്കെ ആയതാണ്. 1 3 അതുപോലെ ഇനിയും ഉണ്ടല്ലേ, കണ്ടുപിടിച്ചെടുക്കുക എന്ന് വെച്ചാൽ ഇറ്റ്സ് ടു ഡിഫിക്കൽട്ട്. നമുക്കിത് ഇവിടെ വെച്ച് സ്റ്റോപ്പ് ചെയ്യാം. ഇനി നമുക്ക് നമ്മളുടെ കണ്ടീഷൻസ് ചെക്ക് ചെയ്യാം. റിഫ്ലെക്സീവിലുള്ള കണ്ടീഷൻ എന്തായിരുന്നു? A ബിലോങ്സ് ടു R എന്നായിരുന്നു അല്ലേ. അതായത് 1 1 ഒക്കെ ഉണ്ട്, പക്ഷേ അതൊന്നും കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്നില്ല അല്ലേ. നമ്മൾ കണ്ടതാണ് 1 1 ആദ്യം എടുത്തത് ഡസ് നോട്ട് ബിലോങ്സ് ടു R എന്ന് കണ്ടതാണ്. ഇത് കിടക്കുന്നുണ്ട്. 1 1 ഡസ് നോട്ട് ബിലോങ്സ് ടു R ആണ്. സോ നമുക്ക് എന്താ എഴുതാം?
നോട്ട് റിഫ്ലെക്സീവ്. അല്ലെങ്കിൽ ഇങ്ങനെ എഴുതുക, ആർ ഈസ് നോട്ട് റിഫ്ലെക്സീവ്. നെക്സ്റ്റ് നമുക്ക് സിമെട്രിക് ആണോ എന്ന് നോക്കാം. ഇവിടെ എ ഡസ് നോട്ട് ബിലോങ്സ് ടു എന്ന് എഴുതിക്കോ കേട്ടോ. 1 അതിൽ ഇൻക്ലൂഡ് ചെയ്യുന്നില്ലല്ലോ. അടുത്ത സിമെട്രിക് ആണെങ്കിൽ കണ്ടീഷൻ ഇതായിരുന്നു. ഞാൻ നിങ്ങൾക്ക് മനസ്സിലാൻ വേണ്ടി എഴുതുന്നതാണ്. എ ബി ബിലോങ്സ് ടു ആർ ഇംപ്ലൈസ് ബി എ ബിലോങ്സ് ടു ആർ. ഇതാണ് കണ്ടീഷൻ. ഇങ്ങനെ വരണം. അപ്പോൾ ഇവിടെ ഇത് സാറ്റിസ്ഫൈ ചെയ്യുന്നില്ല, നമുക്ക് ചെക്ക് ചെയ്യണം. ഇപ്പോൾ 1 3 ബിലോങ്സ് ടു ആർ എന്ന് നമുക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു കണ്ടീഷൻ വെച്ചിട്ട് നമുക്ക് എങ്ങനെ വരണം? 3 1 തിരിച്ച് വരണം അല്ലേ? അപ്പോൾ അത് നമുക്കൊന്ന് ചെക്ക് ചെയ്യണം. നമ്മൾ ചെക്ക് ചെയ്തിട്ടുണ്ടോ? ഇല്ലല്ലോ, 3 1 ചെക്ക് ചെയ്തിട്ടില്ല. അപ്പോൾ നമ്മൾ സൈഡിലോട്ട് എഴുതിയിട്ട് 3x - y കാണുന്നു. xy നേരത്തെ പറഞ്ഞതുപോലെ 3 × 3 - 1 9 - 1 8 ആണ്, നോട്ട് ഈക്വൽ ടു 0. അപ്പോൾ അന്നേരം 3 1 എന്ന് പറയുന്നത് 3 1 എന്ന് പറയുന്നത് ഡസ് നോട്ട് ബിലോങ്സ് ടു എന്ന് പറയുന്നത് 0 സാറ്റിസ്ഫൈ ചെയ്യുന്നില്ല അല്ലേ? ഡസ് നോട്ട് ബിലോങ്സ് ടു ആർ ആണ്. അപ്പം എങ്ങനെയായിരുന്നു നമ്മുടെ സിമെട്രിക്കിൻ്റെ കണ്ടീഷൻ? 1 3 ബിലോങ്സ് ടു ആർ ആണ്, implies 3 1 does not belongs to R. Therefore not എന്തായിരിക്കും? Symmetric. നെക്സ്റ്റ് നമുക്ക് ട്രാൻസിറ്റീവ് കണ്ടീഷൻ ചെക്ക് ചെയ്യാം. ഞാൻ എൻ്റെ കണ്ടീഷൻ നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടി എഴുതുവാണ്. എ ബി ബിലോങ്സ് ടു ആർ, ബി സി ബിലോങ്സ് ടു ആർ, ഇംപ്ലൈസ് എ സി ബിലോങ്സ് ടു ആർ. ഇതാണ് കണ്ടീഷൻ. ഇതിവിടെ ആണോ എന്നാണ് നമ്മൾ നോക്കുന്നത്. എഴുതി ഇവിടെ അങ്ങ് നമ്മൾ വയ്ക്കരുത്, കാരണം ബിലോങ്സ് ടു ആർ ആണോ എന്ന് നമുക്കറിയില്ല. നമ്മൾ നേരത്തെ എടുത്തിരുന്ന ആർ എന്തായിരുന്നു? 1 3 ആയിരുന്നു അല്ലേ? ബാക്കി നമ്മൾ കണ്ടുപിടിക്കണം. ഓക്കെ, അപ്പോൾ എങ്ങനെ നമുക്ക് ചെയ്യാം? ഇപ്പോൾ ഫോർ എക്സാമ്പിൾ 1 3 ഓൾറെഡി ഉണ്ട് അല്ലേ? അപ്പം എ ബി ബിലോങ്സ് ടു ആർ ആണെങ്കിൽ ഈ ബിന്ന് തന്നെയാണ് അടുത്ത് തുടങ്ങേണ്ടത് അല്ലേ? അതായത് ഇവിടെ 3ൽ സ്റ്റാർട്ട് ചെയ്യണം. അപ്പോൾ നമുക്ക് ആരെ എടുക്കാം? 3ൽ സ്റ്റാർട്ട് ചെയ്യുന്ന ഏതെങ്കിലും ഒരു സെറ്റ് യു ക്യാൻ കൺസിഡർ ഫ്രം ദ റിലേഷൻ ആർ. ആറിൽ നിന്ന് എടുക്കാൻ നോക്കുക. ഓക്കെ, ഞാൻ എന്തായാലും ഒരു എക്സാമ്പിൾ 3 9 എടുക്കുന്നു. 3ൽ തുടങ്ങുന്ന ഒരാളിനെ എടുത്താൽ പോരെ. സോ 3x - y കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുമെന്ന് നോക്കാം. xy അല്ലേ? സോ x 3 അല്ലേ? y 9 9 - 9 0. യെസ്, സാറ്റിസ്ഫൈ ആയല്ലേ? സാറ്റിസ്ഫൈ ചെയ്യുമ്പോൾ നമുക്കൊരു സന്തോഷമാണ്. അന്നേരം നമുക്കിവിടെ എങ്ങനെ എഴുതാം? 1 9 ബിലോങ്സ് ടു ആർ അല്ലേ? ആദ്യത്തെ ആളെ അവസാനത്തെ ആളെ. പക്ഷേ ഈ 1 9 ബിലോങ്സ് ടു ആർ ആണോ എന്ന് നമ്മൾ ചെക്ക് ചെയ്ത് നോക്കണം. നമ്മൾ ഒരിടത്തും കണ്ടുപിടിച്ച് വെച്ചിട്ടില്ലല്ലോ. അപ്പം xy ആണ്. 3x - y 3 × 1 - 9 ഇല്ലല്ലോ, സാറ്റിസ്ഫൈ ചെയ്യില്ലല്ലോ. ഇത് -6 അല്ലേ വരുന്നത്? അന്നേരം ഇതെന്താവും? ഡസ് നോട്ട് ബിലോങ്സ് ടു ആർ. അന്നേരം ഇവിടെ എന്താ എഴുതാൻ പറ്റുക? റിലേഷൻ ഈസ് നോട്ട് ട്രാൻസിറ്റീവ്. ഈ ഒരു ക്വസ്റ്റ്യൻ മനസ്സിലായുണ്ടല്ലോ? എല്ലാ ക്വസ്റ്റ്യനും മനസ്സിലാവും, ബിക്കോസ് നല്ലൊരു ക്വസ്റ്റ്യൻ ആണ്. എക്സാമിന് ചിലപ്പോൾ ഈ എ എന്ന് പറഞ്ഞ സെറ്റിൽ 14 എലമെൻറ്റ്സ് ഒന്നും കാണണമെന്നില്ല. 14 വരെയുള്ള സംഖ്യ ഒന്നും കാണില്ല. ചെറിയ സെറ്റുകളായിരിക്കാം, 1 2 3 അങ്ങനെയുള്ളത്. അങ്ങനെയാകുമ്പോൾ നിങ്ങൾ ഈ എക്സെട്ര ആയിട്ടൊന്നും വെക്കരുത്. നിങ്ങളെല്ലാം ആ ഒരു എ ക്രോസ് എ കണ്ടുപിടിച്ച് വെക്കുക. അതിൽ നിന്നാണ് നമ്മൾ ആറിലേക്ക് പോകുന്നത്. നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഡിസ്കസ് ചെയ്യാം. സെക്കൻഡ് ക്വസ്റ്റ്യൻ. ഈ ക്വസ്റ്റ്യൻ ഒരു കാര്യം ഒളിഞ്ഞു കിടപ്പുണ്ട്. xy such that y is equal to x plus 5 and x less than 4. ഇതൊക്കെ ഓക്കെ ആണേ. ഇവിടെ പറയുന്നത് എന്താണ്? x ലെസ് ദാൻ 4. ഇത് കാണുമ്പോഴേ നമ്മൾ ചാടിക്കയറി എങ്ങനെ എഴുതും? നെഗറ്റീവ് നമ്പേഴ്സ് ഇങ്ങനെ ആലോചിക്കുന്നവരുണ്ട്. നെഗറ്റീവ് നമ്പേഴ്സ് എടുക്കാം, 0 എടുക്കാം, 1 x 1 2 3. ഇവിടെ നെഗറ്റീവ് ഒന്നും എടുക്കത്തില്ല, 0 എടുക്കില്ല, ഈ 3 എടുക്കുള്ളൂ. റീസൺ എന്താ?
ക്വസ്റ്റ്യനിൽ പറയുന്നുണ്ട് റിലേഷൻ ആറിൻ്റെ അകത്ത് വരുന്ന സംഖ്യകൾ സെറ്റ് എൻ ഓഫ് നാച്ചുറൽ നമ്പേഴ്സ്. നാച്ചുറൽ നമ്പേഴ്സ് എണ്ണൽ സംഖ്യകളാണ്. അപ്പോൾ 1, 2, 3 മാത്രമേ കൺസിഡർ ചെയ്യുള്ളൂ. അങ്ങനെ നമ്മൾ എടുക്കുന്ന സംഖ്യകളാണ് നാച്ചുറൽ നമ്പേഴ്സ്, എണ്ണൽ സംഖ്യകൾ. അതുകൊണ്ട് വി ക്യാൻ കൺസിഡർ എക്സ് ആസ് 1, 2 and 3. അപ്പോൾ എക്സിൻ്റെ വാല്യൂസ് ഏതൊക്കെയാണ്? 1, 2, 3 അല്ലേ? അപ്പോൾ നമുക്ക് എന്താ തിങ്ക് ചെയ്യേണ്ടത്? എങ്ങനെ നമുക്ക് ഈ ഇങ്ങനെ റിലേഷൻ നമ്മളുടെ ഇങ്ങനെ എക്സ്പാൻഡ് ചെയ്ത് തന്നേക്കുന്ന സെറ്റ് ബിൽഡർ ഫോമിൽ തന്നേക്കുന്ന ആറിനെ എങ്ങനെ നമുക്ക് സംഖ്യകളാക്കാമെന്ന്. അപ്പം നമ്മൾ എന്ത് ചെയ്യും? മുന്നേ ചെയ്ത പോലെ തന്നെയാണ്. എക്സ്1 1 കൊടുക്കുക. അന്നേരം നമ്മളുടെ ഇക്വേഷൻ എന്താ? y ഈസ് ഈക്വൽ ടു എക്സ് പ്ലസ് 5. എക്സിന് 1 അല്ലേ, അന്നേരം 6. അപ്പോൾ ശരിക്കും എക്സ് വൈ എന്നുള്ള രീതിയിലല്ലേ നിൽക്കുന്നത്. അപ്പോൾ x1 y 6. ഇനി നമുക്ക് അടുത്ത എന്ത് കൊടുക്കാം? എക്സിന് 2 കൊടുക്കാം. ഞാനിവിടെ എഴുതുവാണേ. എക്സിന് 2 കൊടുക്കുമ്പോൾ y ഈക്വൽ ടു എക്സ് പ്ലസ് 5, അതായത് 2 + 5 7. അന്നേരം സംഖ്യകൾ എന്ത് വന്നു? 2, 7. ഇനി ഒരു സംഖ്യയും കൂടെ കൊടുക്കുകയാണ് അല്ലേ, എക്സിന് 3. എക്സിന് 3 കൊടുക്കുക. y ഈക്വൽ ടു എക്സ് പ്ലസ് 5, അതായത് 3 + 5 ഇറ്റ്സ് 8. അന്നേരം സംഖ്യ എന്ത് വരും? 3, 8. മനസ്സിലായോ ചെയ്യേണ്ടത്? എക്സിന് 4 കൊടുക്കാൻ പറ്റുമോ? ഇല്ല. കാരണം എക്സിൻ്റെ വിലകൾ ഏതൊക്കെയാണ് എടുക്കാൻ പറഞ്ഞിരിക്കുന്നത്? 1, 2, 3. ലെസ് ദാൻ 4ആണ്. 4ൽ കുറവെന്നാണ് പറഞ്ഞിരിക്കുന്നത്. എന്നാൽ സംഖ്യകൾ നാച്ചുറൽ നമ്പേഴ്സും ആയിരിക്കണം. അന്നേരം നമുക്ക് ഈ റിലേഷൻ എഴുതിക്കൂടെ? എന്തൊക്കെയാണ് നമ്മുടെ സംഖ്യകൾ വന്നേ? 1, 6, 2, 7 and 3, 8. റിലേഷൻ കിട്ടിയല്ലേ? ഇനി നമുക്ക് എന്താ ചെക്ക് ചെയ്യേണ്ടത്? റിഫ്ലെക്സീവ് ആണോ, സിമെട്രിക് ആണോ, ട്രാൻസിറ്റീവ് ആണോ എന്നാണ് ചെക്ക് ചെയ്യേണ്ടത്. റിഫ്ലെക്സീവ് ആവണമെങ്കിൽ എ ബിലോങ്സ് ടു ആർ വരണം. ഈ ആറിൻ്റെ അകത്ത് നോക്കിയാൽ ആരെങ്കിലും 1, 6, 1, 1, 6, 6 അങ്ങനെയൊന്നും ഇല്ലല്ലോ. ഒരേപോലത്തെ 2 പേരും ഒരുപോലെ വരുന്നവരില്ലല്ലോ. സോ ഡസ് നോട്ട് ബിലോങ്സ് ടു ആർ. അവിടെ ശരിക്കും അത്രയും മതി. എന്നിട്ട് നോട്ട് റിഫ്ലെക്സീവ് എന്ന് എഴുതിയാൽ മതി. ആൻസർ ക്ലിയർ ആണത്. അല്ലെങ്കിൽ നിങ്ങൾക്ക് എഴുതാം 1, 6 ഡസ് നോട്ട് ബിലോങ്സ് ടു ആർ. അതിൻ്റെ ആവശ്യമില്ല. ശരിക്കും എ ബിലോങ്സ് ടു ഡസ് നോട്ട് ബിലോങ്സ് ടു ആർ എന്ന് എഴുതുക. അടുത്ത സിമെട്രിക്. സിമെട്രിക്കിൻ്റെ കണ്ടീഷൻ എന്താണ്? ഇപ്പോൾ 1, 6 ബിലോങ്സ് ടു ആറാണ് അല്ലേ? അങ്ങനെയാണെങ്കിൽ തിരിച്ചും 6ൽ വരണം അല്ലേ? പക്ഷെ ഇല്ലല്ലോ. ഡസ് നോട്ട് ബിലോങ്സ് ടു ആർ ഇല്ല. സോ നോട്ട് സിമെട്രിക്. അടുത്ത ട്രാൻസിറ്റീവിൻ്റെ കേസ് ആണെങ്കിലോ, ഇപ്പോൾ 1, 6 ബിലോങ്സ് ടു ആറാണ്. ശരിക്കും മറ്റേ ആൾക്കാരൊന്നും ഇല്ല അല്ലേ? ഈ 6ൽ തന്നെ തുടങ്ങുന്ന ആൾക്കാരെ വേണ്ടേ? അപ്പം നമുക്ക് എഴുതുമ്പോൾ തന്നെ ഒരു കൺഫ്യൂഷൻ വരും. അതുകൊണ്ട് നമുക്ക് ഈ സംഖ്യകൾ വെച്ച് എഴുതണ്ട. എ ബി ബിലോങ്സ് ടു ആറാണ്. പക്ഷേ ബി സി ഡസ് നോട്ട് ബിലോങ്സ് ടു ആർ. അതുകൊണ്ട് എ സി ഡസ് നോട്ട് ബിലോങ്സ് ടു ആർ. ഇതെന്തുകൊണ്ടാണ് എ ബി ബിലോങ്സ് ടു ആർ എന്ന് എഴുതിയത്? കാരണം 1, 6 ബിലോങ്സ് ടു ആറാണ്. അയാളെ വെച്ചെടുത്താൽ ബാക്കിയുള്ളവർ നോട്ട് എക്സിസ്റ്റഡ് ആണ്. ദെർഫോർ നോട്ട് ട്രാൻസിറ്റീവ്. ബാക്കിയുള്ള എല്ലാ ക്വസ്റ്റ്യൻസും ഇതുപോലെയാണ്. ബാക്കി അടുത്ത വീഡിയോയിൽ ഞാൻ ബാക്കി ചെയ്തിട്ടേക്കാം. എല്ലാവരും ഇത് നന്നായിട്ട് മനസ്സിലാക്കുക. ഈസിയാണ്. ഇത് രണ്ടും അറിയാമെങ്കിൽ ബാക്കി എല്ലാം ചെയ്യാൻ പറ്റും. സോ അടുത്ത ക്ലാസ്സിൽ കാണാം. ഓക്കെ, താങ്ക് യു.